സിനോജ് തോമസ് ഉണ്ട് വിശദാംശങ്ങളുമായി. സിനോജ്, ഇപ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. സ്ഥിരമായി കാട്ടാനാക്രമണം ഉള്ള ഒരു സ്ഥലമാണ്, വന്യജീവികൾ ഇറങ്ങുന്ന ഒരു സ്ഥലവുമാണ്. ഫെൻസിംഗ് നടപടികൾ തുടങ്ങാമെന്ന് അറിയിച്ചിട്ടും പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ള നടപടികളിലേക്കും കടന്നിട്ടില്ല എന്നുള്ളതാണ്. വലിയ പ്രതിഷേധവുമായി നാട്ടുകാരും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സിനോജ്, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ആര്യ, അത് തന്നെയാണ് പ്രശ്നം. ഓരോ തവണയും വനപാലകരെത്തി ഇതിന് പരിഹാരം ഉണ്ടാക്കാം, ഫെൻസിംഗ് സ്ഥാപിക്കാമെന്ന് പറയും. പക്ഷെ അതൊന്നും തന്നെ ഇവിടെ ഈ മേഖലയിൽ നടപ്പാകാറില്ല. ഇത് തേയിലത്തോട്ടമാണ്, എസ്റ്റേറ്റ് മേഖലയാണ്. ഈ സംഭവം നടന്നിരിക്കുന്നത് ആറുമുഖൻ വീട്ടിലേക്ക് പോകുന്ന ഈ തേയിലത്തോട്ടത്തിന് ഇടയിലൂടെയുള്ള ചെറിയൊരു നടപ്പ് വഴിയാണ്. അത് നടന്നു പോകുന്ന വഴിയാണ്. ആ വഴിയിൽ വെച്ചാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ഈ വാർഡ് മെമ്പർ പറഞ്ഞതുപോലെയാണെങ്കിൽ ആറുമുഖൻ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് എതിരെ ആന ഈ തേയിലത്തോട്ടത്തിൽ നിന്ന് ഓടി വരുന്ന സമയത്ത് ഇദ്ദേഹത്തെ ആക്രമിക്കുകയും ചവിട്ടി കൊലപ്പെടുത്തിയ ശേഷം ആന ഓടിപ്പോവുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ കൽപ്പറ്റ DFO രാമനോടാണ് അവിടുത്തെ പ്രദേശവാസികൾ സംസാരിക്കുന്നത്. ആളുകൾ ഭയങ്കര രോഷാകുലരായിട്ട് സംസാരിക്കുന്നുണ്ട്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ സ്ഥിരമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ വേണം. ഒരു ജീവനും കൂടെ എടുത്തിരിക്കുന്നു കാട്ടാന. ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണമെന്ന ആവശ്യമായിട്ടാണ് നാട്ടുകാർ നിൽക്കുന്നത്. ഇതിന് പരിഹാരമില്ലാതെ മൃതദേഹം ഇവിടുന്ന് നീക്കാൻ അനുവദിക്കില്ല, ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാരുള്ളത്. ജനപ്രതിനിധി ഉൾപ്പെടെ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ ആ സ്ഥലത്തുണ്ട്, DFOയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനൊരു പരിഹാരം വേണം. ഇതേ സ്ഥലത്ത് വർഷങ്ങൾക്ക് മുൻപും കാട്ടാന ആക്രമണത്തിൽ ആള് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷവും സമാനമായ രീതിയിൽ ഇപ്പോൾ ആറുമുഖന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ഇനിയും മറ്റൊരു മനുഷ്യജീവനും കൂടെ നഷ്ടമാകാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. ഇതേ സ്ഥലത്തിന്റെ തൊട്ടടുത്ത സ്ഥലമാണ് അട്ടമല എന്ന് പറയുന്നത്. അതായത് കൃത്യമായി പറഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് അവിടെ ഒരു യുവാവ് കൊല്ലപ്പെടുന്നത് കാട്ടാന ആക്രമണത്തിൽ. അതുകൊണ്ട് ഈ മേപ്പാടി മേഖലയിലും വയനാട്ടിന്റെ മറ്റു മേഖല ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ വനാതിർത്തിയും കടന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. അത് മനുഷ്യജീവന് ഭീഷണിയാവുന്ന പല സ്ഥലങ്ങളിലും മനുഷ്യജീവൻ നഷ്ടമാകുന്ന കാര്യങ്ങളിലേക്ക് വരെ സ്ഥിതി എത്തിയിരുന്നു. പക്ഷേ അവിടെയൊന്നും തന്നെ ഈ പ്രതിരോധങ്ങൾ തീർക്കുന്നതിൽ വനംവകുപ്പ് പരാജയപ്പെടുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. വനപാലകർ വലിയ സംഘം തന്നെ കൽപ്പറ്റ DFOയുടെ നേതൃത്വത്തിൽ സംഘം അവിടെ സ്ഥലത്തുണ്ട്. ജനങ്ങളുമായി ചർച്ച നടത്തുന്നു, ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. എല്ലാം പരിഹരിക്കാം, സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരാമെന്നാണ് ആദിത്യരാമൻ DFO നാട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതൊന്നും നാട്ടുകാർ വിശ്വാസത്തിലെടുക്കുന്നില്ല. കാരണം ഇതിനു മുമ്പും നാട്ടുകാർ ഇതേ വാക്കുകൾ കേട്ടതാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ നൂൽപ്പുഴയിലും അട്ടമലയിലും ഇതേ രീതിയിൽ തന്നെ ആളുകൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ഇതേ ആശ്വാസവാക്കും ഒക്കെ തന്നെയാണ് ഈ DFO ഉൾപ്പെടെയുള്ള വനപാലകർ നാട്ടുകാരോട് പറഞ്ഞത്. സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാം, പ്രശ്നം പരിഹരിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ വീണ്ടും സമാനമായ രീതിയിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു, ആളുകളെ കൊല്ലുന്നു, ഒപ്പം തന്നെ കൃഷി നശിപ്പിക്കുന്നു. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു ശാശ്വത പരിഹാരം വേണമെന്ന ഉറച്ച നിലപാടിൽ നാട്ടുകാർ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് എസ്റ്റേറ്റ് മേഖല ആയതുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ തൊഴിലാളികൾ രാവിലെ തന്നെ തേയിലത്തോട്ടത്തിൽ ഇറങ്ങി തേയില നുള്ളാൻ വരുന്നതാണ്. ഇനി എന്ത് ധൈര്യത്തിൽ ഈ തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങി സ്ത്രീ ഉൾപ്പെടെയുള്ള തോട്ടം തൊഴിലാളികൾ എന്ത് ധൈര്യത്തിൽ ഇറങ്ങി തേയില നുള്ളുമെന്നാണ് ഈ വനപാലകരോട് നാട്ടുകാർ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് പേടിയുണ്ടാകുമല്ലോ. അവരുടെ തൊട്ടടുത്ത് തന്നെയുള്ള അയൽവാസി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. അവർ സ്ഥിരമായി നടന്നു പോകുന്ന വഴിയിൽ വെച്ച് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർ വലിയ ഭീതിയിലാണ്. ഇനിയും ഈ രീതിയിൽ തന്നെ ആനയുടെ ആക്രമണം ഉണ്ടാകാമെന്നൊരു ഭീതി നാട്ടുകാർക്കുണ്ട്. അതുകൊണ്ട് കാട്ടാനകളെ കാട്ടിൽ തന്നെ നിർത്തണം, നാട്ടിലേക്ക് ഇറക്കരുത് എന്ന ഉറച്ച നിലപാടിൽ നാട്ടുകാർ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് വലിയ പ്രതിഷേധം അവിടെ നിന്ന് ഉയരുന്നത്. ഏതായാലും വനപാലകർ ഇപ്പോൾ നാട്ടുകാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്യ.